ഹലോ, നമുക്കൊരു പരിപ്പോടിയും ചായ ആയാലോ? അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ടും വേണ്ടത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി, മുളക്, ഇഞ്ചി, കറിവേപ്പില. ഇതും 4 വേണ്ടത്. ഇതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പരിപ്പുവടക്കുള്ള പകുതി സാധനങ്ങളായി. ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പാണല്ലോ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഒരു ദിവസം മുന്നേ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പാണ്. പരിപ്പ് നമ്മൾ കൂടുതൽ സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ കുറച്ച് പരിപ്പ് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ഈ കുതിർത്തിട്ടുള്ള പരിപ്പ് എടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചെറിയുള്ളി, അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, ചുവന്ന മുളക്, പച്ചമുളക് ഇതെല്ലാം തന്നെ ആഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ കറിവേപ്പ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട്, പിന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടാക്കി ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപ്പ് വട. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ